നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി PS സന്തോഷ് ചുമതലയേറ്റു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സീലിംഗ് ഫാനുകൾ നൽകി. വാർത്തകൾ വിശദമായി. വീട് നിർമ്മാണത്തിന് ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് യുവാവ് ജീവനൊടുക്കി. മണലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് ചെമ്പൻ വിനയന്റെ മകൻ വിഷ്ണു ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. വീടിന്റെ നിർമ്മാണത്തിന് സ്വകാര്യ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിൽ നിന്നും പിതാവ് വിനയൻ 8 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിൽ പലിശയും മുതലും സഹിതം 8,74,000 രൂപ തിരിച്ചടച്ചിരുന്നു. ബാക്കിയുള്ള 6 ലക്ഷം രൂപ അടക്കാൻ ബാങ്ക് ആവശ്യപ്പെട്ട അവധി കഴിഞ്ഞിരുന്നു. തുടർന്ന് ഇന്ന് വീടൊഴിഞ്ഞ് താക്കോൽ കൈമാറണമെന്ന് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. വീട്ടുകാർ സാധനങ്ങളെല്ലാം ഒതുക്കി ബന്ധുവീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് യുവാവ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. ബാങ്ക് അധികൃതരുടെ നടപടിയിൽ മനം നൊന്താണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുമെന്നും കുടുംബത്തിന് നീതി കിട്ടും വരെ സമരം നടത്തുമെന്നും വാർഡംഗം ടോണി അത്താണിക്കൽ പറഞ്ഞു. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയിൽ ജീവനൊടുക്കിയ മണലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് ചെമ്പൻ വിനയന്റെ മകൻ വിഷ്ണുവിന്റെ വീട് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് സന്ദർശിച്ചു. കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വിഷ്ണുവിന്റെ മരണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും A. നാഗേഷ് ആവശ്യപ്പെട്ടു. പാവങ്ങളുടെ മേൽ ജപ്തി നടപടി നടപ്പാക്കുന്ന അധികാരികൾ പണക്കാരായ സ്രാവുകളെ വിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ബാങ്കിൽ നിന്ന് ഈ ചെറുപ്പക്കാരന് ജപ്തി ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മാത്രമല്ല, ഈ കുടുംബത്തെ സഹായിക്കാൻ ഇതുവരെ ജപ്തി നടപടിയിൽ നിന്ന് മുക്തരാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ജപ്തി വിരുദ്ധ ജനകീയ സമിതി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സ്ഥലത്ത് എത്തിയിരുന്നു. ുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വീട്ടുകാരെ ഇറക്കി വിടാനും ആ വീട് പൂട്ടി അവരെ വഴിയാധാരമാക്കാനും ആരോടും ചോദിക്കേണ്ടതില്ല എന്നാണ് ബാങ്ക് ഞങ്ങളോട് പറയുന്നത്. അവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ, ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. പക്ഷെ പൈസ ഞങ്ങൾക്ക് കിട്ടണം. ഈ ബാങ്കിൽ നിന്ന് അടച്ച പൈസ, പലിശ, കൂട്ടുപലിശ, അതായത് ഈ ഇപ്പം മരിച്ച വിഷ്ണുവിൻ്റെ വീടെന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ് അവർ കടമെടുത്തിട്ടുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാഞ്ഞാണി ബ്രാഞ്ചിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷം രൂപയിൽ നിന്ന് 8,84,000 ചില്ലാനം രൂപ അവർ അടച്ചു കഴിഞ്ഞു. എന്നിട്ടും ബാങ്ക് ഇത്തരമൊരു രൂക്ഷമായിട്ടുള്ള വളരെ ഗുണ്ടായുസം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് 8 പേരാണ് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസർമാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ഇവരോട് പറയുന്നത്. ആ താക്കോലും കെടുത്താ എന്നിട്ട് ഇവരോട് ഇറങ്ങിപ്പോകാനാണ് പറയണത്. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് വിഷ്ണു ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു പട്ടികജാതി കുടുംബം എന്ന രീതിയിൽ തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, പ്രത്യേകിച്ച് ബാങ്കിലെ റിക്കവറി ഓഫീസർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരം അവരെ അറസ്റ്റ് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സമിതി ആവശ്യപ്പെടുന്നത്. എൻ്റെ മരണം നമ്മുടെ നാടിനൊട്ടാകെ വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ തെറ്റായ നയങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഇവർ ലോണൊന്ന് പുതുക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ബാങ്കായിട്ട് സംസാരിച്ചിരുന്നു. അതിനൊന്നും അവർ തയ്യാറായില്ല. അതുമല്ല, ഭീഷണി സ്വരത്തിൽ ബാങ്ക് വീട് പൂട്ടിയിറങ്ങി താക്കോല് ഉടനെ ഇന്ന് ഏൽപ്പിക്കണമെന്ന് അന്ത്യശ്വാസം കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 26-27 വയസ്സ്
ഉള്ള വിഷ്ണു ആത്മഹത്യ ചെയ്യാൻ കാരണം. ഇന്ന് രാവിലെ തന്നെ അവൻ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ പെട്ടി ഒതുക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആളിന്ന് കാഞ്ഞാണി സെൻറ്ററിലൊക്കെ രാവിലെ വന്നിരുന്നു. വന്നിട്ടാണ് ഇത് ചെയ്തത്. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റ് ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ശക്തമായ സമരത്തിന് നാളെ ഇത് വേറൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ജപ്തിക്കെതിരെ മുന്നറിയിപ്പുമായി ജപ്തി വിരുദ്ധ ജനകീയ സമിതി വാടാനപ്പള്ളിയിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. പാർപ്പിടം മനുഷ്യന്റെ ജന്മാവകാശമാണ്, അത് ജപ്തി ചെയ്യരുത്, ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനം ബാങ്കുകൾ പാലിക്കുക, ഭരണഘടനാ ലംഘനം നടത്തി പാർപ്പിടങ്ങൾ ജപ്തി ചെയ്ത് വഴിയാധാരമാക്കുന്ന ബാങ്ക് നടപടി അന്യായമാണ്, സർഫേസി നിയമം റദ്ദു ചെയ്യുക, നിർധനരുടെയും SC/ST വിഭാഗക്കാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജപ്തി വിരുദ്ധ ജനകീയ സമിതി വാടാനപ്പള്ളി സെന്ററിൽ സായാഹ്ന ധർണ നടത്തിയത്. സമ്പന്ന കുത്തക കമ്പനികൾക്കും വ്യക്തികൾക്കും നൽകി വരുന്ന വായ്പാ ഇളവുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിഷേധിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സമിതി കുറ്റപ്പെടുത്തി. ജപ്തി നടത്തില്ലെന്ന സർക്കാരിന്റെ തീരുമാനം കർശനമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമിതി അഭിപ്രായപ്പെട്ടു. പൊതുപ്രവർത്തകൻ TR രമേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജപ്തിവിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ MA ലക്ഷ്മണൻ അധ്യക്ഷനായി. MA ഗഫൂർ, DISA സംസ്ഥാന ജനറൽ സെക്രട്ടറി S കുമാർ അന്തിക്കാട്, സുബ്രൻ ഏങ്ങണ്ടിയൂർ, സുരേഷ് വലപ്പാട്, പ്രസാദ് അന്തിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷാൻസിംഗ് തമ്പാൻകടവ്, നീതു അനിൽ തളിക്കുളം, പ്രീത സുധീഷ് ഒളരിക്കര, ശൈലജ പെരുമ്പിള്ളിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിസന്ധിയുടെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന ഈ ജനതയെ വീടിൽ നിന്ന് ഇറക്കിവിട്ട് വീടും തങ്ങളുടെ 10 സെന്റോ 5 സെന്റോ ആയിട്ടുള്ള ഭൂമിയും ജപ്തിയായി ചെയ്യാനുള്ള നടപടികളുമായിട്ട് ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഗതികേടിന്റെ പരകോടിയിലെത്തിയ ജനത അതങ്ങനെ സമ്മതിച്ചു തരുമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഇനി അവർക്ക് പോകാൻ ഇടമില്ല. ആരോടും പറയാൻ ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്ന ജനതയ്ക്ക് ആരെയും ഇനി നോക്കേണ്ടതില്ല. അവരത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട അധികൃതരെ, നിങ്ങൾ ഇതിൽ നിന്ന് പിൻവലിയണം. വാടാനപ്പള്ളിയിലെ സിഗ്നൽ ലൈറ്റ് അശാസ്ത്രീയം. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധത്തിന്റെ ഭാഗമായി റീത്ത് സമർപ്പണം നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത സിഗ്നൽ ലൈറ്റിൽ SDPI പഞ്ചായത്ത് കമ്മിറ്റി റീത്ത് സമർപ്പിച്ചു. 30 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയിട്ടും ഇതുവരെ പ്രവർത്തിക്കാൻ കഴിയാത്തത് വാടാനപ്പള്ളി സെന്ററിൽ സിഗ്നൽ ലൈറ്റ് അപ്രയോഗികമാണെന്നതിനാൽ ആണ്. അശാസ്ത്രീയമായി നടപ്പിലാക്കിയ പദ്ധതി പൂർണ്ണമായും കമ്മീഷനു വേണ്ടിയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേവല രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യം വെച്ചായിരുന്നതിനാലും തന്നെ ചിലവായ തുക മുഴുവൻ പദ്ധതി പാസാക്കിയ ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിഫ് AM, സെക്രട്ടറി മുഫസൽ, ട്രഷററും 18ാം വാർഡ് മെമ്പറുമായ നൌഫൽ വലിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. പൗരോഹിത്യ ശുശ്രൂഷയുടെ 4 വർഷത്തെ സേവനത്തിനു ശേഷം വിട പറയുന്ന വലപ്പാട് ഇടവക വികാരി ഫാദർ ബാബു അപ്പാടന് വലപ്പാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച യാത്രയയൽപ്പ് നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ EK തോമസ് മാസ്റ്റർ, ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് വലപ്പാട് പള്ളിയിൽ നിന്നും ഭാവന ഹാളിലേക്ക് സ്വീകരണം നൽകും. തുടർന്ന് 4-ന് ഭാവന ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ EK തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ മുഖ്യാതിഥിയായിരിക്കും. ഫാദർ ബാബു അപ്പാടൻ സ്നേഹാദര സമർപ്പണം നടത്തും. തുടർന്ന് കൊച്ചിൻ റെഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഷാജി ചാലിശ്ശേരി, ജോയിന്റ് ജനറൽ കൺവീനർ സലീം MA, റിസപ്ഷൻ കൺവീനർ രാജൻ പട്ടാട്ട എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃപ്രയാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം എന്ന പ്രമേയത്തിന് ഊന്നൽ നൽകി കണ്ണൂരിൽ ഫെബ്രുവരി 7 മുതൽ 10 വരെ നടക്കാൻ പോകുന്ന KSTA 32ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃപ്രയാറിൽ പതാക ദിനാചരണവും പൊതുയോഗവും നടത്തി. പൊതുയോഗം KSTA ജില്ലാ സെക്രട്ടറി CA നസീർ ഉദ്ഘാടനം ചെയ്തു. കേരള വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മകളെക്കുറിച്ചും പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെക്കുറിച്ചും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി.
ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TV ചിത്രകുമാർ, ശാരിക സജീവ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി TV വിനോദ് സ്വാഗതവും ഉപജില്ലാ ട്രഷറർ AV സുദർശിനി നന്ദിയും രേഖപ്പെടുത്തി. KJ സന്തോഷ് കുമാർ, MD ദിനകരൻ, ലയ KR, ജോഫ് 2 NC, അഞ്ജലി K, PS പ്രത്യൂഷ്, ശ്യാം കൃഷ്ണൻ, പ്രത്യൂഷ V എന്നിവർ പൊതുയോഗത്തിന് നേതൃത്വം നൽകി. പൊതുയോഗത്തിന് മുന്നോടിയായി മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ദിനാചരണം നടന്നു. പുത്തൻപീടിക GLPSന് 1 കോടി രൂപ അനുവദിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തൻപീടിക ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായതായി CC മുകുന്ദൻ MLA അറിയിച്ചു. സാങ്കേതികാനുമതിയും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് പദ്ധതി നിർവഹണ ചുമതല. മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സ്നേഹഭവനത്തിന്റെ താക്കോൽ കുടുംബത്തിന് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ പ്രളയവും കോവിഡും ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒട്ടനവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടാണ് പ്രളയം കടന്നുപോയത്. കോവിഡും അത്തരത്തിലുള്ള ഒരു വലിയ മഹാമാരിയാണ് നമ്മൾ നേരിട്ടത്. ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏക ആശ്വാസ കേന്ദ്രമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് നമ്മളോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചവരാണ് മണപ്പുറം ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും ഒട്ടനവധി വീടുകളും ഞങ്ങളൊക്കെ തന്നെ 3 വർഷക്കാലമായിട്ടുള്ള ജനപ്രതിനിധികളായിട്ട് ആ 3 വർഷക്കാലത്തിനകത്ത് തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് മണപ്പുറം ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നത്. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മല്ലികാദേവൻ, CPI ലോക്കൽ സെക്രട്ടറി AG സുഭാഷ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ എന്നിവർ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 450 സ്ക്വയർ ഫീറ്റ് വീടാണ് കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത്. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, നന്ദകുമാർ സാറ് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സാറ് നോ പറയാറില്ല. സാറ് ഈ വീടുകൾ 25 വീടുകൾ അന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമുക്ക് നൽകാനായിട്ട്. അവർക്ക് എല്ലാവർക്കും എലിജിബിൾ ആണോ, BPയിലാണോ, എല്ലാവിധ ഡോക്യുമെൻസും കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നൽകണം എന്ന് തന്നെയുള്ളൊരു തീരുമാനത്തിലും അത് എത്രയും പെട്ടെന്ന് നൽകണം എന്നുള്ള കാര്യത്തിലും തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്. സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. PS സന്തോഷ് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വിപുലമായ പ്രവർത്തക കൺവെൻഷനിലാണ് PS സന്തോഷ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റത്. MV വിൻസെന്റ് മുൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തിന് നിലനിർത്തുമെന്നും തൃശൂരിന്റെ മണ്ണിൽ താമര വിരിയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും MP വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. പിണറായിയും നരേന്ദ്രമോദിയും ഒരു നാണയത്തിലെ 2 വശങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പ്രവർത്തകർ ഏറെ കൂടുതലുള്ള നല്ല രീതിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ ബാക്കപ്പുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വലപ്പാട്. ആ വലപ്പാടിന്റെ പ്രസിഡന്റായി പ്രിയങ്കരനായ സന്തോഷ് മാസ്റ്റർ അധികാരം ഏറ്റെടുത്ത് പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് വളരെ വൈകാരികമായ ഒരു സമയം കൂടിയാണ്. വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ആദ്യ കാലഘട്ടത്തിലാണ് അന്ന് സമരങ്ങളുടെ വേലിയേറ്റങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോൾ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ അവരുടെ പേര് നടപടിയെടുക്കും, പുറത്തേക്ക് ആളുകൾ ഇറങ്ങാൻ ബുദ്ധിമുട്ട് പിടിക്കുന്ന കാലഘട്ടം. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയ ഒരു മണ്ഡലമായിരുന്നു വലപ്പാട് മണ്ഡലം. അതിന്റെ പ്രസിഡന്റായിരുന്നു പ്രിയങ്കരനായ നമ്മുടെ വികാസിന്റെ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിന് നല്ല പ്രവർത്തന രീതിയും പാരമ്പര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CV വികാസ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് മണ്ഡലത്തിന്റെ ചാർജ് വഹിക്കുന്ന DCC സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി K ദിലീപ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ V പ്രഭാകരൻ മാസ്റ്റർ, NK ഗോപാലൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിഭ പ്രദീപ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, സുമേഷ് പാനാട്ടിൽ, C ബ്ലോക്ക് സെക്രട്ടറി CR ആറുമുഖൻ, VA ഫിറോസ്, KH കബീർ, MM ഇക്ബാൽ, അശ്വിൻ ആലപ്പുഴ, പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അനിത ത്രിദീപ് കുമാർ, CG സുരേഷ്, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, സുജിൻ കരിപ്പായി, ഷെരീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. AS ശ്രീജിൽ, സജിത്രൻ തയ്യിൽ, മൈത്രി വത്സൻ, അഭിലാഷ് പാലവെട്ടി എന്നിവർ സംസാരിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 83-84 ബാച്ചിലെ ഓർമ്മയിടം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് 6 സീലിംഗ് ഫാൻ നൽകി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ചെയർമാൻ ദിനേശ് ബാബു 6 സീലിംഗ് ഫാനുകൾ പ്രധാനാധ്യാപിക സീനത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ മനോജ് VS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗത്തിന്റെ മകൾ +1 പഠിക്കുന്ന അശ്വതിക്ക് മൊമന്റോ നൽകി കൂട്ടായ്മ ആദരിച്ചു. പ്രിൻസിപ്പാൾ സീന ജോസഫ്, PTA പ്രസിഡന്റ് KA അസീസ്, വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറിയുമായ സിജോ പുലിക്കോട്ടിൽ, രാജീവ് KK ഖബീർ, രമേശ് K അശോകൻ, PS ജെയ്സൺ മാസ്റ്റർ, ഷാജി പുതുവീട്ടിൽ, EM ബഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂളിന് സമീപം റോഡിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാൻ ഓർമ്മയിടം കൂട്ടായ്മ തീരുമാനിക്കുകയും സ്കൂളിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് എന്ത് സഹായങ്ങൾക്കും കൂടെയുണ്ടെന്നും ഓർമ്മയിടം കൂട്ടായ്മ പറഞ്ഞു. 1983-84 കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ നിന്നും പഠിച്ചുപോയ ഞങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ഇപ്പോൾ ഈ 6 ഫാൻ തന്ന ഈ ഒരു ചടങ്ങ് ആദ്യമായിട്ട് ഉള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുന്ന ഒന്നതാണ്. ഇതിൽ ഓർമ്മയിടം ഗ്രൂപ്പിൻ്റെ എല്ലാ
സഹകരണങ്ങളും ഈ സ്കൂളിലെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നതായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. പൈച്ചോട് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന യോഗം KSSPU ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CR ഗണേഷ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി NR പ്രകാശൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ ആശാലത വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, KK ധർമ്മബാലൻ, കമലാവതി, MV രാധാകൃഷ്ണൻ, PA ജോസഫ്, CK ഹുസൈൻ, KV ജെയിൻ, രക്ഷാധികാരികളായ VRC ദാസ്, KK സെയ്ദു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. VG പ്രസന്ന വരണാധികാരിയായി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. CR ഗണേഷ് പ്രസിഡന്റായും NR പ്രകാശനെ സെക്രട്ടറിയായും ED ആശാലതയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. നമ്മുടെ പെൻഷൻ സമൂഹത്തിന്റെ മൊത്തമായ ഉന്നമനത്തിനും നമ്മുടേതായിട്ടുള്ള ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിനും അതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള നേപ്പാളായാലും അതുപോലെ മറ്റ് അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത്. കണ്ടശാങ്കടവിൽ ശ്രീനാരായണ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവടി മഹോത്സവവും പാനകപൂജയും നടത്തി. കരിയന്നൂർ പരമേശ്വരനും കോട്ടപ്പടി സുരേന്ദ്രനും നാഗസുരത്തിന് നേതൃത്വം നൽകി. വിളക്കാട്ടത്തിന് ഭാസ്കരൻ താണിക്കുടവും നേതൃത്വം നൽകി. രാവിലെ കടവിൽ നിന്നും കാവടിയാട്ടം പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി അഭിഷേകത്തോടെ സമാപിച്ചു. പ്രസിഡന്റ് VV ഷൺമുഖൻ, സെക്രട്ടറി സഹേഷ്, ട്രഷറർ AK രാജൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ സ്വർണം പൊതിഞ്ഞ തിടമ്പ് സമർപ്പണം നടത്തി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണിദാമോദര സ്വാമികളാണ് വഴിപാടായി സ്വർണം പൊതിഞ്ഞ തിടമ്പ് സമർപ്പണം നടത്തിയത്. ശ്രീനാരായണാശ്രമത്തിലെ ദിവ്യാനന്ദഗിരി സ്വാമികൾ തിടമ്പ് ഏറ്റുവാങ്ങി. ക്ഷേത്രമേൽശാന്തി സന്ദീപ് ശാന്തിയും സന്നിഹിതനായിരുന്നു. ചടങ്ങിൽ ശില്പികളായ ശരവണൻ, വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു. മുമ്പ് പഞ്ചലോഹമായിരുന്ന തിടമ്പാണ് ഇപ്പോൾ സ്വർണം പൊതിഞ്ഞ് മുഴുവൻ ചെലവ് വഹിച്ചുകൊണ്ട് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളതെന്ന് ദേവസ്ഥാനാധിപതി ഉണ്ണിദാമോദര സ്വാമികൾ പറഞ്ഞു. സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് ദേശപ്പറയ്ക്ക് വേണ്ടി എഴുന്നള്ളുന്ന ഭഗവാന്റെ തിടമ്പ് അത് പഞ്ചലോഹമായിരുന്നു. അപ്പോൾ അത് ഈ പ്രാവശ്യം അത് പഞ്ചലോഹം മാറ്റി അത് സ്വർണം പൊതിഞ്ഞ് ഭഗവാനത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെയൊക്കെ ഈ ഒരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഗുരു നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുകയും നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാനൊക്കെ ഒരു മാർഗവും വഴികാട്ടിയുമായി നിന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ്. അപ്പം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ശിവേലി വിഗ്രഹം
സ്വർണം പൂശി തന്ന നമ്മുടെ ദേവസ്ഥാനത്തെ ഉണ്ണി ദാമോദരൻ സ്വാമികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ സോമശേഖര ഭഗവാൻ അദ്ദേഹത്തെ കൂടുതൽ പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എടമുട്ടത്ത് സർദാർ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടന്നു. CPML റെഡ് സ്റ്റാർ സംസ്ഥാന സെക്രട്ടറി MP കുഞ്ഞിക്കണാരൻ ഉദ്ഘാടനം ചെയ്തു. KB രാജേഷ് അധ്യക്ഷത വഹിച്ചു. PN പ്രൊവിൻഡ്, രാജേഷ് അപ്പാട്ട്, ND വേണു, PC അജയൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായ TR ഉണ്ണികൃഷ്ണൻ, MK സൽമാൻ, NM പുഷ്പാങ്കദൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തിലെ 10,000-കണക്കിന് ദേശാഭിമാനികളുടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ രൂപം കൊടുത്ത നമ്മുടെ ഭരണഘടനയെ, അതിൻ്റെ മൂല്യങ്ങളെ, അത് മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങളെ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതര ചിന്തകളെ, മൂല്യങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ തന്നെ തകർത്തെറിയുന്ന അവസ്ഥയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന ആയിട്ടുള്ള RSS ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സിംല മാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ തയ്യാർ മഹിളാ പ്രവർത്തക ശില്പശാല നടന്നു. ശില്പശാലയിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ VC എന്നിവർ സ്ക്വാഡ് പ്രവർത്തനവും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, ടോളി വിനീഷ്, NK വിമല, ബ്ലോക്ക് ഭാരവാഹികളായ സുനീധി, ബീന സേവ്യർ, കവിത, സുരജ CN, മണ്ഡലം പ്രസിഡന്റുമാരായ പുഷ്പ വിശ്വംഭരൻ, ഫിലോമിന, സുചിത്ര ദിനേശ്, ഷീജ ഉണ്ണികൃഷ്ണൻ, ജെസ്സി ആന്റണി എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 12-ാം തീയതിക്കുള്ളിൽ ഈ ഓർഡർ പട്ടികയിൽ പേര് ചേർക്കലൊക്കെ നമ്മൾ കഴിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ബൂത്തിൽ നമ്മളൊരു 10-20 വീടുകളെ ഉൾപ്പെടുത്തി ആ 10-20 വീടുകളെ ഉൾപ്പെടുത്തി നമ്മളൊരു കുടുംബയോഗം വയ്ക്കും. ആ കുടുംബയോഗത്തിൽ നമ്മൾ ആ വീടുകളിലുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ ആ കുടുംബയോഗത്തിലേക്ക് വിളിക്കും. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിന്റെ 133-ാം വാർഷികാഘോഷം പെരിങ്ങോട്ടുകര സ്കൂൾ അങ്കണത്തിൽ ചേർന്നു. താനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, വാർഡ് അംഗം ആന്റോ തുറിയൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രകാശൻ കണ്ടങ്ങത്ത്, മദർ PTA പ്രസിഡന്റ് രശ്മി, പ്രധാനാധ്യാപിക A ശ്രീദേവി, PTA പ്രസിഡന്റ് സുഖേന്ദു സെൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്ക് എൻഡോമെന്റും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹതീരം ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക, വ്യക്തികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ പൊതുവിടങ്ങളിലും ജലസ്രോതസ്സുകളും വലിച്ചെറിയാതിരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്നേഹതീരം ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ, IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജയ് രാജ്, തൊഴിലുറപ്പ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകരും ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി KA ചടങ്ങിൽ സംബന്ധിച്ചു. ഈ സ്നേഹതീരത്ത് തന്നെ ഈ തളിക്കുളം പഞ്ചായത്തിന് 6 ലക്ഷം രൂപ ഒരു പദ്ധതിക്കും 12 ലക്ഷം രൂപ മറ്റൊരു പദ്ധതിക്കും കൂടി അങ്ങനെ ഇത്രയും ലക്ഷങ്ങളാണ് ഈ വർഷം നമ്മുടെ പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത്. ഇനിയും അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും. നമുക്കെല്ലാവർക്കും അറിയാം, കണക്ക് പ്രകാരം വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരും ശുചിത്വ മിഷനും അതിൻ്റെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു ദിവസം 400 ഗ്രാം മാലിന്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്.
4 പേരടങ്ങുന്ന കുടുംബത്തിൽ ഏകദേശം 500 ഗ്രാം ദിവസം മാലിന്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു വാർഡിൽ 1000 പേരാണെങ്കിൽ 127 കിലോഗ്രാം വേസ്റ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡിനകത്ത് മൊത്തം പഞ്ചായത്തിനകത്തെ വാർഡുകൾ എടുക്കുമ്പോൾ കുമിഞ്ഞു കൂടാനുള്ള വേസ്റ്റ് നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. ചിറക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രിയും മേൽശാന്തി രാജീവ് ശാന്തിയും കാർമ്മികത്വം വഹിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തർക്ക് അന്നദാനം നടത്തി. വൈകിട്ട് ചിറക്കൽ സെന്ററിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഘോഷയാത്ര നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ 3 ആനകളോടെ കൂട്ടെഴുന്നള്ളിപ്പ് നടന്നു. കൊളക്കാടൻ കുട്ടികൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മച്ചാട് കണ്ണൻ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തുടർന്ന് സഹസ്രനാമാർച്ചന, കേളി, പറ്റ് എന്നിവയ്ക്ക് ശേഷം തായമ്പകയും വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ഊഴം എന്ന നാടകവും അരങ്ങേറി. രാത്രി 12 മണിക്ക് നടന്ന എഴുന്നള്ളിപ്പോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. കെ അശോകൻ, KR ദിനേശ്, KP സുരേഷ് ബാബു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി PS സന്തോഷ് ചുമതലയേറ്റു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സീലിംഗ് ഫാനുകൾ നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.